വിവാഹ വാർഷികത്തിനോടനുബന്ധിച്ച് എവിടെയെങ്കിലും പോകാമെന്ന് ആലോചിച്ചപ്പോഴാണ് ഗോവയ്ക്ക് പോയാലോ എന്ന ഫ്രഷ് ഐഡിയയുമായി ശില്പ മുന്നോട്ട് വന്നത്. എന്നാൽ പിന്നെ യാത്ര ഗോവയിലേക്ക് തന്നെ ആകാമെന്ന് ഞാനും കരുതി. ഗോവ തീരുമാനം ഉറപ്പിച്ചതോടെ റിസർച്ച് തുടങ്ങിയ ശില്പ സൗത്ത് ഗോവ, നോർത്ത് ഗോവ, ഓൾഡ് ഗോവ തുടങ്ങി ഗോവയുടെ സർവ്വ മേഖലകളും സ്പർശിക്കുന്ന ഒരു പ്ലാനുമായി എത്തി. ഇവൾ ഇത്ര കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നത് ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ഗോവയുടെ ഏതെങ്കിലും ഒരു ഭാഗത്തിറങ്ങി അവിടെ മാത്രം നിൽക്കുന്ന രീതിയിലല്ല ഞങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്തത്. സൗത്ത് ഗോവ മുതൽ നോർത്ത് ഗോവ വരെ സ്കൂട്ടറിൽ എക്സ്പ്ലോർ ചെയ്യാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. മാർച്ച് 19 രാത്രി 6:30 ഞങ്ങൾ അടിമാലിയിൽ നിന്ന് ശില്പയുടെ വീടായ കൊരട്ടിയിലേക്ക് പുറപ്പെട്ടു. ആലുവയിൽ നിന്നാണ് ട്രെയിൻ. കൊരട്ടിയിൽ നിന്ന് ആലുവയിലേക്ക് 1 മണിക്കൂറേ ഉള്ളൂ യാത്ര. അതിനാലാണ് ഞങ്ങൾ തലേന്ന് തന്നെ അവിടെ എത്തിയത്. മാർച്ച് 20 11 ഉച്ചയൂണിന് ശേഷം സാധനങ്ങൾ പാക്ക് ചെയ്ത് ഞങ്ങൾ ആലുവയിലേക്ക് പുറപ്പെട്ടു. ബസ് സ്റ്റോപ്പിലേക്ക് ഓട്ടോയിലൂടെയാണ് പോയത്. അവിടെ നിന്ന് KSRTC ബസ്സിൽ ആലുവയിലെത്തി. ട്രെയിനിൽ കയറുന്നതിന് കുറച്ചു മുമ്പ് സ്നാക്സും ഓറഞ്ചുമെല്ലാം വാങ്ങി. 1:45 ട്രെയിൻ. ഞങ്ങൾ 1:15 ആയപ്പോഴേക്കും സ്റ്റേഷനിലെത്തിയിരുന്നു. ട്രെയിനിൽ ദൂരയാത്ര ആദ്യമായാണ്. അതിൻ്റെ ആശങ്കയുണ്ടായിരുന്നു. പ്ലാറ്റ്ഫോം തെറ്റുമോ, ട്രെയിൻ മാറുമോ എന്നൊക്കെയായിരുന്നു പ്രധാന പേടി. എന്തായാലും കറക്റ്റ് ടൈമിൽ തന്നെ ട്രെയിൻ എത്തി. ഞങ്ങൾ യാത്ര ആരംഭിച്ചു. ട്രെയിനിലെ M2 കമ്പാർട്ട്മെൻറ്റിലായിരുന്നു ഞങ്ങളുടെ സീറ്റ്. തേർഡ് AC എക്കണോമി എന്ന കാറ്റഗറിയിലായിരുന്നു ആ കമ്പാർട്ട്മെൻറ്റ്. തേർഡ് ACയേക്കാൾ ചാർജ് കുറവാണ് ഈ കമ്പാർട്ട്മെൻറ്റിൽ. രാത്രി പൊതിഞ്ഞു കൊണ്ടുവന്നിരുന്ന ചപ്പാത്തിയും ചിക്കനും കഴിച്ചു. പുലർച്ചെ 3 മണിക്ക് ട്രെയിൻ മഡ്ഗോണിലെത്തും. 2:30 അലാം വെച്ച് കിടപ്പായി. കിടന്നെങ്കിലും അധികം ഉറങ്ങിയില്ല. 2:30 തന്നെ എണീറ്റു. ട്രെയിൻ 1 മണിക്കൂർ ലേറ്റാണ്. സ്റ്റേഷനിലെത്തിയപ്പോൾ 3:30 അങ്ങനെ ഗോവ എത്തി. 6 മണിക്കാണ് ബൈക്ക് റെൻ്റ് ഞങ്ങൾ പറഞ്ഞിരുന്നത്. മഡ്ഗോൺ റെയിൽവേ സ്റ്റേഷനിൽ എക്സിക്യൂട്ടീവ് ലോഞ്ച് ലഭ്യമാണ്. 2 മണിക്കൂറിന് 59 രൂപ മുതൽ ഇവിടെ സീറ്റുകളുണ്ട്. അവിടെ വിശ്രമിച്ചു. ഫ്രഷായി. വൃത്തിയുള്ള ടോയ്ലറ്റ്. കുളിക്കാൻ വേറെ ചാർജ് നൽകണം. 5:30 ഞങ്ങൾ ലോഞ്ചിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ക്ലോക്ക് റൂമിൽ കൊണ്ടുപോയി വലിയ ബാഗുകൾ വെച്ചു. കയ്യിൽ കരുതിയിരുന്ന ചെറിയ ബാഗുകളിലേക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ എടുത്തു വച്ചിരുന്നു. ആ ബാഗുകൾ കയ്യിൽ കരുതി സ്റ്റേഷന് പുറത്തെത്തി. 6:30 സ്കൂട്ടർ കിട്ടി. പെട്രോൾ അടിച്ചു. സ്കൂട്ടറിൻ്റെ വീഡിയോയും എടുത്തു വെച്ചു. പോകേണ്ട സ്ഥലങ്ങളെല്ലാം ലിസ്റ്റ് ഒന്നുകൂടി നോക്കി. ഗോവയിലെ 1-ാം ദിന യാത്ര ആരംഭിക്കുകയായി.